നമസ്കാരം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ശശി തരൂരിനെ ഒതുക്കാൻ കോൺഗ്രസിൽ നീക്കം. ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനോട് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് കോൺഗ്രസിൽ ചർച്ച സജീവമാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശശി തരൂർ സംസാരിക്കുന്നത് വിലക്കും, പ്രസംഗിക്കുന്നത് വിലക്കി വിപ്പ് നൽകുന്നതും ആലോചനയിലുണ്ട്. എന്നാൽ ഇത് വിവാദങ്ങൾക്ക് വഴിയൊരുക്കും. അതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കയിലടക്കം നടത്തിയ യാത്രയെക്കുറിച്ച് തരൂർ ലോക്സഭയിൽ വിശദീകരണം നൽകാൻ സാധ്യതയേറെയാണ്. ഇതിനുള്ള സാധ്യതകൾ BJPയും തേടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്താൻ ആലോചിക്കുന്ന വിഷയങ്ങളെ തരൂരിന് മുന്നിൽ നിർത്തി പ്രതിരോധിക്കും. ഇത് മനസ്സിലാക്കിയാണ് തരൂരിന് വിപ്പടക്കം നൽകാനുള്ള ആലോചന. പ്രസംഗിക്കുന്നതിന് വിലക്കിയുള്ള വിപ്പിന് നിയമപരമായ അംഗീകാരം കിട്ടുമോ എന്നതും ഉയരുന്ന ചോദ്യമാണ്. പാർലമെന്റിൽ മോദി സ്തുതി തരൂർ നടത്തുമോ എന്ന ആശങ്ക രാഹുൽ ഗാന്ധിക്കും ടീമിനുമുണ്ട്. ഇതുകൊണ്ടാണ് ലോക്സഭയിൽ തിരുവനന്തപുരം MPക്ക് സംസാര വിലക്ക് ഏർപ്പെടുത്താൻ കോൺഗ്രസിൽ ആലോചന സജീവമായി നടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലെ വിദേശയാത്രാ അനുഭവങ്ങൾ പറയാൻ നയതന്ത്ര വിദഗ്ധന് അവസരമൊരുക്കാൻ BJPയും തന്ത്രപരമായ ആലോചനകളിലാണ്. ഇതോടെ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിനിടെ ശശി തരൂരിന് എന്ത് സംഭവിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസിൽ നിന്നും തരൂർ പൂർണ്ണമായി പുറത്താകുമെന്ന് കരുതുന്നവരുണ്ട്. സാധാരണ നിലയിൽ കോൺഗ്രസ് വിപ്പ് ലംഘിച്ചാൽ തരൂരിന് ലോക്സഭാ അംഗത്വം നഷ്ടമാകും. എന്നാൽ അത് തരൂർ അവസരമാക്കുമോ എന്ന് ആശങ്കയുമുണ്ട്. തനിക്ക് മതിയായ സമയം പാർലമെന്റിൽ കിട്ടുന്നില്ലെന്നും പല വിഷയങ്ങളിൽ ഭാഷ പോലും അറിയാത്ത കോൺഗ്രസ് MPമാരെയാണ് ഏൽപ്പിക്കുന്നതെന്നും തരൂരിന് പരാതിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള വിദേശയാത്രാ അനുഭവങ്ങൾ പറയാൻ തരൂർ ഉൾപ്പെടെയുള്ള MPമാർക്ക് BJP അവസരമൊരുക്കും. അതിലൂടെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കാമെന്നാണ് BJP പ്രതീക്ഷ. കേരളത്തിലെ നേതൃത്വം പൂർണ്ണമായി തരൂരിനെ കൈയൊഴിഞ്ഞിട്ടുണ്ട്. തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് KPCCയുടെ ആവശ്യം. ഇതിനുള്ള തീരുമാനം ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ചു. നിരന്തരമായ മോദി സ്തുതിക്ക് പുറമെ അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്നതിന്റെ ഭാഗമായി ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറയാനും തരൂർ മടിച്ചില്ല. കേരളത്തിലെ പരിപാടികളിൽ നിന്ന് പൂർണ്ണമായി അകറ്റി നിർത്തിയിരിക്കുകയാണ്. കൊച്ചിയിലുണ്ടായിട്ടും ശനിയാഴ്ച എറണാകുളം DCCയുടെ സമര പരിപാടിയിലേക്ക് തരൂരിനെ ക്ഷണിച്ചില്ല. ഇതെല്ലാം തരൂരിനെ കോൺഗ്രസ് തഴയുന്നതിന്റെ സൂചനയാണ്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ, K മുരളീധരൻ തുടങ്ങി പല നേതാക്കളും തരൂരിനെ പരിഹസിച്ചു. ഏറ്റവും ഒടുവിലായി രാജ്മോഹൻ ഉണ്ണിത്താനും തരൂരിനെ വിമർശിച്ച രംഗത്ത് വന്നു. ഇരപിടിയൻ പക്ഷികളുടെ ചിത്രം പങ്കുവച്ചാണ് കോൺഗ്രസ് MP മാണിക്യം പരിഹസിച്ചത്. തരൂർ അവസരവാദിയാണെന്ന് കോൺഗ്രസ് മുഖപത്രം ലേഖനം എഴുതി. അതിനിടയിലും ആദ്യ പരിഗണന രാജ്യത്തിനാണെന്നും പിന്നീടാണ് പാർട്ടി വരുന്നതെന്നും തരൂർ ആവർത്തിക്കുകയാണ്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റു പാർട്ടികളുമായി സഹകരിക്കേണ്ടി വരും. ഇത് സ്വന്തം പാർട്ടിയോടുള്ള വിധേയത്വമില്ലായ്മയായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും തരൂർ പറഞ്ഞു. കൗൺസിൽ ഫോർ കമ്മ്യൂണിറ്റി കോഓപ്പറേഷന്റെ 2ാം വാർഷികത്തിൽ സമാധാനവും ഐക്യവും ദേശീയ വികസനവും എന്ന വിഷയത്തിൽ സംസാരിക്കവേ തരൂർ നൽകിയത് വ്യക്തമായ സന്ദേശമാണ്. എല്ലാ ഇന്ത്യക്കാർക്കും വേണ്ടിയാണ് സംസാരിച്ചതെന്നും തന്റെ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമല്ലെന്നും തരൂർ തുറന്നു പറഞ്ഞു. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനത്തിൽ ഗാന്ധി കുടുംബത്തിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 1997 എഴുതിയ പുസ്തകത്തിൽ ഇക്കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. നടന്ന ചില സംഭവങ്ങളെക്കുറിച്ചും അതിലുൾപ്പെട്ട ചില വ്യക്തികളെക്കുറിച്ചുമാണ് ലേഖനം. അത് വായിക്കാത്തവരാണ് ഇന്ന് വിമർശിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. കൊച്ചിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുക്കാത്തതിന് മറ്റു കാരണങ്ങളില്ല. ഇപ്പോൾ പങ്കെടുത്ത 2 പരിപാടികളും ക്ഷണം കിട്ടിയിട്ടുള്ളതാണെന്നും തരൂർ വിശദീകരിക്കുന്നു. കോൺഗ്രസ് പരിപാടികളിൽ ശശി തരൂരിനെ ബഹിഷ്കരിക്കുകയായിരുന്നു എറണാകുളം DCC. തരൂർ കൊച്ചിയിലുണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ DCC സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയിലും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ക്യാമ്പയിനിലും ക്ഷണിച്ചില്ല. ആളാകാനില്ല, വേദി നൽകി നേതാവാകാനുമില്ല, വിട്ടുകളയുക. ശശി തരൂരിനോടുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലൈൻ ഇതാണ്. നരേന്ദ്രമോദിയെ പ്രശംസിച്ചും അടിയന്തരാവസ്ഥയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും ജനപിന്തുണയുണ്ടെന്ന സർവേ പങ്കുവച്ചും കോൺഗ്രസിനെ തരൂർ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. പ്രവർത്തക സമിതി അംഗമായ തരൂരിന്റെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ എന്നതാണ് KPCC നിലപാട്. തരൂർ ഈ സമയത്ത് കൊച്ചിയിൽ പോയിട്ട് രാജ്യത്തുണ്ടാകുമോ എന്ന് തന്നെ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ക്ഷണിക്കാതിരുന്നതെന്ന് DCC നേതൃത്വം വിശദീകരിക്കുന്നു.